ഗുഡ് മോർണിംഗ്. ഇത് മുബാറക്. നമുക്ക് മാർക്കറ്റിന് അപ്ഡേറ്റ് പെട്ടെന്നൊന്ന് നോക്കിയതിന് ശേഷം ഇന്നത്തെ ട്രേഡ് എവിടെ നിന്ന് എടുക്കണമെന്ന് കൂടിയുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മേജറായിട്ട് രണ്ട് സ്പേസ് ഉണ്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി. മാക്സിമം വീഡിയോയുടെ അവസാനം വരെ കാണാം, അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അതിന് മുന്നേ തന്നെ എക്കണോമിക് കലണ്ടറിൽ ഒന്ന് പോവാം. എക്കണോമിക് കലണ്ടറിൽ നാളത്തെ ഡേറ്റയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ നാളെ നമുക്ക് ജോബ്ലെസ് ക്ലെയിംസ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഡേറ്റയുണ്ട്. എക്സ്പെൻഡിച്ചറിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ബേസിക്കലി അത്. ഇൻഫ്ലേഷനിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റയാണിത്. ഈ CPCE എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബേസിക്കലി ഇത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളും കൺസംഷൻ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതിന്റെ അതിന്റെ ലെങ്ത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് അളക്കുന്ന ഒരു ഡേറ്റയാണിത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് രണ്ട് ഡേറ്റ ആയിട്ട് ജോബ്ലെസ് ക്ലെയിംസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നാളത്തെ വരാനുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ന്യൂസും വരാനില്ല. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ടെക്നിക്കൽ ബേസ്ഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റിൽ നിന്ന് താഴേക്ക് വരാനുള്ള റീസൺ എന്താ? ഒരു ദിവസം താഴേക്ക് വന്നുകൊണ്ടിരിക്കും, അടുത്ത ദിവസം തിരിച്ചു കയറി, പിന്നെയും തിരിച്ച് താഴേക്ക് വന്നു. ന്യൂസ് ബേസ്ഡ് ആണ് മുഴുവൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹോർമസ് സ്ട്രെയിറ്റ് റീ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുന്നു, റീ ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നു, അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വോർ മൂവ് ചെയ്യുന്ന പോലെയാണ്. വോർ ഇപ്പോൾ സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് പറയും, നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയും, നെഗറ്റീവ് പറയും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പറ്റുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ചോപ്പി മാർക്കറ്റിൽ, അതായത് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ട്രേഡ് ചെയ്യാൻ. ട്രെൻഡ് പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് അതിന് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ 18th മെയ് മുതൽ ഇന്ന് വരെ ഏകദേശം 10 days ആയി അകത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ ലാസ്റ്റ് 1 2 3 4 5 6 7 വർക്കിംഗ് ഡേയ്സ് ആയിട്ട് ഈ റേഞ്ചിന്റെ പുറത്തേക്കും പോയിട്ടില്ല, ഇവിടുന്ന് മുകളിലേക്കും പോയിട്ടില്ല, താഴേക്കും വന്നിട്ടില്ല. അപ്പൊ ഈ രണ്ട് റേഞ്ചുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്നത്. ഇവിടുന്ന് ബൈ ചെയ്യാമെന്നുള്ളൊരു പ്ലാന് ഉണ്ടാക്കണ്ട, അതേപോലെ തന്നെ ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള പ്ലാനും നമുക്ക് തൽക്കാലം ഉണ്ടാക്കുന്നില്ല. ഈ ഒരു സെൽ റീജിയനിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണ്. കാരണം എന്താ, താഴേക്ക് വരുന്ന ട്രെൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് സെല് ചെയ്യാം, ഹയർ പ്രൈസിന് സെല് ചെയ്യാം. പക്ഷെ താഴേക്ക് വരുന്നിരിക്കുന്ന ട്രെൻഡിൽ താഴെ പ്രൈസിൽ നിന്ന് ബൈ ചെയ്യുന്നത് കുറച്ചും കൂടി അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ നിന്ന് നമുക്ക് സെല്ല് കിട്ടിയില്ല. അന്ന് നമ്മൾ നമ്മുടെ 89 സെല്ല് പ്ലാൻ ചെയ്തു, പക്ഷെ നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. അതിന്റെ അടുത്ത ദിവസം 80 വരെ പോയി, വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ വന്നു. ഓക്കെ, അപ്പൊ ഇന്ന് എങ്ങനെയാണ് നോക്കുന്നത് പെട്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 30 മിനിറ്റ്സിലോട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ വോളിയം ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ വോളിയം ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമുക്ക് എവിടെയാണ് കൂടുതൽ നേരം ട്രേഡ് നടന്നിരിക്കുന്നത്, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന സ്ഥലമാണ് പോയിന്റ് ഓഫ് കൺട്രോൾ UC ഇവിടെ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ട്രേഡ് നടന്നിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കുറവ് നടന്നിരിക്കുന്ന സ്ഥലം ഇത്, അതുപോലെ തന്നെ ഇതും. പിന്നെ ട്രേഡ് നടന്ന സ്പേസിന്റെ അകത്ത് ഇതുമാണ് ഏറ്റവും കുറവ് ട്രേഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കൂടുതൽ ട്രേഡ് നടന്ന സ്ഥലത്ത് നിന്ന് കുറവ് ട്രേഡിലേക്ക് പോകും. വീണ്ടും എങ്ങോട്ടാണോ മാർക്കറ്റിന് ഓർഡേഴ്സ് ഉള്ളത് അങ്ങോട്ട് തിരിച്ചു വരും. ഇതാണ് മാർക്കറ്റിന് സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത സ്ഥലം നിങ്ങൾക്കറിയാം 36 ആണ്. ബേസിക്കലി 40 റേഞ്ച് ആണ് നമ്മൾ നോക്കിയത്. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് താഴേക്കായിട്ട് പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ എൻ്റർ ചെയ്യാൻ. അപ്പോൾ വോളിയം ഇന്നലത്തെ ദിവസം ഇത് മൺഡേ മുതലുള്ള വോളിയമാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് തന്നതിന് ശേഷം ഇവിടെയാണ് വോളിയം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസ് എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടത് അല്ലെ. ഈ ഒരു സ്പേസ് റെസ്പെക്ട് ചെയ്തു, അതിനുശേഷം പിന്നെ നടക്കുന്നത് താഴേക്കുള്ള ഒരു ട്രെൻഡാണ്. ഈ ഒരു സ്പേസിനെ റെസ്പെക്ട് ചെയ്ത് 1 2 3 തവണ ഈ ഒരു സ്പേസ് വരെ വന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രേഡ് കിട്ടിയില്ല. നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന കുറച്ചും കൂടി
മുകളിലെ പ്രൈസിൽ നിന്നാണ്. എനിവേസ് നമ്മൾ ഇന്ന് ബൗൺസ് ബാക്ക് തീരെ നോക്കുന്നില്ല കേട്ടോ. നമുക്ക് ബൈയിങ് തീരെ നോക്കുന്നില്ല. ബൈയിങ് ഉള്ള സ്ഥലം ആകെ ഉള്ളത് ഇതാട്ടോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്പേസ് ആണ് ബൈയിങ് ഉള്ളത്. ബട്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 വരെയുള്ള മൂവ്മെന്റ് ആണ് പിന്നെ ഉള്ളത്. നേരെ പോയിട്ട് സെൽ എടുക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെല്ല് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ സെൽ പ്ലാൻ ഇതായിരുന്നു. 36 നിന്നും സെല്ല് പ്ലാൻ ചെയ്യുന്നു. നമുക്ക് 48 മുകളിലായിട്ട് നമ്മൾ TP ഫിക്സ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ഒരു സ്പേസിനെ തന്നെ ഫോക്കസ് ചെയ്യാം. 513 നമ്മൾ സെല്ല് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ഇന്നത്തെ ഹൈയിന്റെ മുകളിലായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ്, ആ ഹൈയിന്റെ മുകളിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിന്റെ ഹൈയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പേസ് ആണ് റെസ്പെക്ട് ചെയ്യാൻ നോക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് വെക്കാൻ പറ്റിയാൽ എത്രയും നല്ലത്. ഒരു 35ന്റെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റിയാൽ നല്ലത്. നമുക്ക് TP നോക്കാവുന്നുണ്ടല്ലോ. ഇതല്ല, ഇത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഏതെങ്കിലും പുതിയൊരു സ്ഥലത്ത് വോളിയം മാറുന്നുണ്ടെങ്കിൽ, വോളിയം പിടിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മോസ്റ്റ് ട്രേഡഡ് ആയിട്ടുള്ള സ്പേസ് താഴേക്ക് വീണ്ടും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഈ ഒരു റേഞ്ച് ഒക്കെ ഇനീഷ്യലി നമുക്ക് സെല്ലിന് വേണ്ടി പ്ലാൻ ചെയ്യാവുന്നതാണ്. കാരണം ട്രെൻഡ് നല്ല രീതിയിൽ വീക്കാണ്. ബൈ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കാതിരിക്കുക. സ്കാൽപ്പ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, ഇത് നോക്കി നമ്മൾ ഗോൾഡിന്റെ പരിപാടി നോക്കി. ഓക്കെ, ഓയിലും കൂടി ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഓയില് താഴേക്കുള്ള ട്രെൻഡ് തന്നെയാണ് ഓയിലും കാണിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു സ്പേസ് ക്രൗഡഡ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസ് ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പതുക്കെ വീണ്ടും മാർക്കറ്റ് ഓയിലിന്റെ പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറാം. കയറിയതിന് ശേഷം വീണ്ടും നമുക്ക് സെല്ലൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ബട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓയിലിൽ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓയിലിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 105ന്റെ മുകളിലായിട്ട് മാത്രം സെല്ലുകൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ മുകളിൽ 10 മുതൽ 13 വരെയുള്ള റേഞ്ചാണ് ഏറ്റവും പ്രിഫറബിൾ. ബട്ട് 5 ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അവിടെ നിന്ന് സെല്ല് പ്ലാൻ ചെയ്താൽ മതി. അവിടെ വരെ വരാനുള്ള ന്യൂസ് എന്തെങ്കിലുമായിട്ട് ഈ ബോറിന്റെ ഇടയിൽ തരും. അപ്പോൾ ആ ഒരു റീജിയൻ പ്ലാൻ ചെയ്താൽ മതി. നമ്മളുടെ മെയിൻ ഫോക്കസ് ഏരിയ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈ നടന്നേക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഇവിടെ വരുമ്പോൾ മാർക്കറ്റിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകാൻ ന്യൂസുകൾ പുതിയത് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് സ്വിംഗ് ട്രേഡിനെ മാത്രം എടുക്കുക, ഇൻട്രാഡേ ട്രേഡിനെ അവോയ്ഡ് ചെയ്യുക ഓയിൽ. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ ഇന്ന് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റീജിയൻസ് മാർക്ക് ചെയ്ത് വെക്കുക. അവിടെ വരെ വെയിറ്റ് ചെയ്യുക. ഇതിൽ ബൗൺസ് തരും എന്ന് വിചാരിച്ച് നേരെ പോയി എടുക്കണ്ട. ഇതിൽ ബൗൺസ് വന്ന് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് വന്നേക്കാം. അപ്പോൾ മാക്സിമം ബൈ പ്ലാൻ ചെയ്യേണ്ട, നമുക്ക് സെല്ല് തന്നെ പ്ലാൻ ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം സെല്ല് പ്ലാൻ ചെയ്യാം. വോളിയം ലോ ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നാണ് നമ്മൾ സെല്ല് ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫർദർ ആയിട്ട് ഡൗൺവേർഡ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു 73 വരെയൊക്കെ നമുക്ക് മാക്സിമം പോകാവുന്നതാണ് TP കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ.